ഒരു കാലത്ത് കേരളത്തിന്റെ മലയോര മേഖലകളിൽ പ്രധാന ഉപജീവന മാർഗങ്ങളിലൊന്നായിരുന്നു പുൽത്തൈലം വാറ്റൽ. ചെറുനാരങ്ങപ്പുല്ല് വാറ്റിയെടുത്തിരുന്ന ഈ സുഗന്ധ തൈലം വിദേശ രാജ്യങ്ങളിലേക്ക് പോലും കയറ്റുമതി ചെയ്തിരുന്നു. എന്നാൽ കാലക്രമേണ പുൽകൃഷി കുറഞ്ഞതും തൊഴിലാളികളുടെ ലഭ്യത കുറഞ്ഞതും ചെലവ് വർദ്ധിച്ചതും വിപണിയിലെ അനിശ്ചിതത്വവും കാരണം ഈ പരമ്പരാഗത വ്യവസായം ഏതാണ്ട് അപ്രത്യക്ഷമായി. പുൽത്തൈലം വാറ്റൽ പുതുതലമുറയെ പരിചയപ്പെടുത്തുകയാണ് ചെറുപുഴ ജോസ്ഗിരിയിലെ തള്ളായിൽ TC വർക്കി എന്ന കുഞ്ഞു വർക്കി. ഇന്ന് കേരളത്തിൽ വിരലിലെണ്ണാവുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് പുൽത്തൈലം വാറ്റൽ നടക്കുന്നത്. വയനാട്, ഇടുക്കി എന്നിവിടങ്ങളിലെ ചില കർഷകർ മാത്രമാണ് ഈ മേഖല ഇപ്പോഴും നിലനിർത്തുന്നത്. ചെറുപുഴ ജോസ്ഗിരിയിലെ തള്ളായിൽ TC വർക്കി എന്ന കുഞ്ഞുവർക്കി ഏകദേശം 40 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പുൽത്തൈലം വാറ്റൽ പുതുതലമുറയെ പരിചയപ്പെടുത്തുകയാണ്. 1957 പെരുമ്പാവൂരിൽ നിന്ന് കുടിയേറിയ കുഞ്ഞുവർക്കിയുടെ കുടുംബം ഒരു കാലത്ത് പുൽത്തൈലം വാറ്റലിലൂടെ ഉപജീവനം കണ്ടെത്തിയവരായിരുന്നു. പഴയ ഓർമ്മകളും അനുഭവങ്ങളും കൈമുതലാക്കി വീണ്ടും ചൂളയിൽ തീ കൊളുത്തിയിരിക്കുകയാണ് കുഞ്ഞുവർക്കി. തെരുവപ്പുല്ല് പരമ്പരാഗത രീതിയിൽ വാറ്റിയെടുത്താണ് പുൽത്തൈലം നിർമ്മിച്ചിരുന്നത്. കാലക്രമേണ ഈ തൊഴിൽ അപ്രത്യക്ഷമായി. ഇന്ന് പുൽത്തൈലം എങ്ങനെ വാറ്റിയെടുക്കുന്നുവെന്ന് അറിയുന്നവരും നേരിൽ കണ്ടിട്ടുള്ളവരും മലയോരത്ത് വളരെ കുറവാണ്. ഇതോടെയാണ് പഴയ രീതിയിൽ പുൽത്തൈലം വാറ്റി യുവതലമുറയ്ക്ക് ഈ പാരമ്പര്യ തൊഴിൽ പരിചയപ്പെടുത്താൻ വർക്കി മുന്നിട്ടിറങ്ങിയത്. തങ്ങളുടെ കാലത്ത് ഇത് പല കുടുംബങ്ങളുടെയും പ്രധാന തൊഴിലായിരുന്നുവെന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പോലും അറിയില്ലെന്നും അതുകൊണ്ടാണ് ഒരിക്കൽ കൂടി വാറ്റി കാണിക്കണമെന്ന് തോന്നിയതെന്നും കുഞ്ഞുവർക്കി പറയുന്നു. ഞാൻ ചെറുപ്പം മുതലെടുത്ത് ശീലിച്ച ഒരു പണിയാണ്. അപ്പോൾ അത് ഇടക്കാലം കൊണ്ട് ഇത് നിർത്തി പോയി. ഒരു 10-40 വർഷത്തിലും മുകളിലായി ഇതിവിടെ ഇല്ലാതായിട്ട്. അപ്പോൾ ഒരു 45 വയസ്സ് 50 വയസ്സുള്ളവരോട് ചോദിച്ചിട്ട് പോലും ഇവരിത് കണ്ടിട്ടില്ല എന്ന് പറയുന്നതുകൊണ്ട് അവരെ ഒന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് ആശയമൊന്നും ഇല്ല ഇതിന്. ഇത് നമുക്കൊരു ബിസിനസ്സായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മുടെ പ്രായവും അതുപോലെ കടന്നു പോയതാണ്. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ പിള്ളേരാരെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളോ പിള്ളേരോ ആരെങ്കിലും ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യട്ടെ. ഇതൊരു ഈ നാട്ടിലൊരു വസ്തുവായി അവിടെ ഇരിക്കട്ടെ എന്നൊക്കെ ഉള്ളൊരു കാഴ്ചപ്പാടേ ഉള്ളൂ എനിക്ക്. ഒരു വ്യക്തിയുടെ ഓർമ്മ പുതുക്കൽ മാത്രമല്ല, ഒരു നാടിന്റെ പാരമ്പര്യവും ജീവിത ചരിത്രവും അടുത്ത തലമുറയിലേക്ക് കൈമാറാനുള്ള ശ്രമം കൂടിയാണ് കുഞ്ഞുവർക്കിയുടേത്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.